أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ,
ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബികൾ വിവരിക്കുന്നത് കാണാം. عن أبي موسى رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال: النجوم أمانة للسماء فإذا ذهب النجوم أتى السماء ما توعد. إذا صلى الله عليه وسلم പറയുന്നു: وأنا أمانة لأصحابي فإذا ذهبت أتى أصحابي ما يوعدون وأصحابي أمانة لأمتي فإذا ذهبت أصحابي أتى أمتي ما يوعدون. صلى الله عليه وسلم. നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരും. എന്റെ സ്വഹാബത്തിന് ഞാൻ സുരക്ഷയാണ്, സമാധാനമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നെത്തുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ ശറഹുകളിൽ കാണാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയുന്നു, എന്റെ സ്വഹാബ, എന്റെ ഈ ഉമ്മത്തിന് സുരക്ഷയാണ്, സമാധാനമാണ്. സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നു ചേരും. അഥവാ ബിദ്അത്തുകളും സ്വാർത്ഥതകളും അവരിലേക്ക് കടന്നു വരുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇതൊരു റബീഉൽ അവ്വൽ മാസമാണ്. ഓരോ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും മുഅ്മിനുകളുടെ മനസ്സ് വേദനിക്കാറുണ്ട്. അവർക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗം, വഫാത്ത്, ഈ ലോകത്ത് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു ദുരന്തമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനേക്കാളും വലിയൊരു ദുരന്തം ഈ സമുദായത്തിന് വരാനില്ല. ആര് പറയുന്നു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റസൂൽ പറയുന്നത്? ഇദാ മുസീബ അഹദുകും ബിമുസീബ فليذكر مصيبته بي فإنها أعظم المصائب. നിങ്ങളിൽ ആരെങ്കിലും ഒരു വലിയ വിപത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ അവൻ എന്നിൽ നിന്നുള്ള ദുരന്തത്തെ കുറിച്ച് ചിന്തിക്കട്ടെ, അഥവാ എന്റെ വഫാത്തിനെ കുറിച്ച് ആലോചിക്കട്ടെ. നിശ്ചയമായും ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്റെ മരണമാകുന്നു എന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉപ്പയുടെ മരണം, ഉമ്മയുടെ മരണം, ഇണകളുടെ മരണം, അവനവന്റെ മക്കളുടെ രോഗം, സാമ്പത്തികമായ പരാധീനതകൾ, ബിസിനസ് രംഗത്തെ തകർച്ചകൾ, ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊടിയ കടുത്ത പരീക്ഷണങ്ങൾ, ശത്രുക്കളാൽ ചമ്മട്ടിപ്രഹരങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഈ സമുദായം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ് പറയുന്നവരെ? വഫാത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്. നബിയുടെ വഫാത്തിൽ തട്ടിലും ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും മറുതട്ടിലും വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ് ഏറ്റവും വലിയത്. ഞാൻ പറഞ്ഞതല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോടായി അഭിമുഖീകരിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അയ്യുമാ അഹദിൻ മിനന്നാസ് ഔ മിനൽ മുഅ്മിനീൻ ഉസീബ ബിമുസീബത്തിൻ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബതി. ഇബ്നു മാജ 1300 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ജനങ്ങളെ, സഹാബികളെ വെച്ചിട്ട് പറയാം, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു മുഅ്മിൻ
അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെ കുറിച്ച് ആലോചിക്കുക, എന്റെ വഫാത്തിനെ കുറിച്ച് ആലോചിക്കുക. മുഅ്മിനുകളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ കടന്നുപോയാലും, ഏത് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്. എന്നിട്ടോ അങ്ങനെ അവർ ഏതൊരു ദുരിതത്തിനും സമാധാനം കണ്ടെത്തട്ടെ. കാരണം എന്താ? എന്റെ സമുദായത്തിൽ എനിക്ക് ശേഷം ആരും തന്നെ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കാളും വലിയ ദുരന്തം അനുഭവിക്കേണ്ടതായി ഉണ്ടാകില്ല. അഥവാ എന്റെ വഫാത്തിനെക്കാളും വലിയൊരു ദുരന്തം ഈ സമുദായത്തിന് വരാനില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നബിയുടെ വേർപാട് അത് സൃഷ്ടിച്ച അപകടം ഇന്നും ഈ സമുദായം തരണം ചെയ്തിട്ടില്ല. 73 വിഭാഗമായി സമുദായം മാറി. ഉമ്മത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തെല്ലാം! ഒരു മഹല്ലിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വിഭാഗങ്ങൾ. ഓരോരുത്തരും അവരവരുടേതായ ലോകത്തുകൂടെ കടന്നുപോകുന്നു. അഖീദയിലും മൻഹജിലും തകരാറില്ലാതിരുന്നിട്ട് കൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനാൽ ഈ സമുദായത്തിലേക്ക് കടന്നു വന്നത്. ശരി, എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്? ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തം 1400 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, റസൂലിന്റെ വഫാത്തിന്റെ ഏതാനും ദിവസം മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തെ ഓർത്തിട്ട് കരഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3654 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളോട് പ്രസംഗിച്ചു, ഖുതുബ പറഞ്ഞു. ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ദുനിയാവിനും അല്ലാഹുവിന്റെ അടുക്കലുമുള്ളതിനിടയിൽ തിരഞ്ഞെടുക്കാൻ ആ അടിമക്ക് സ്വാതന്ത്ര്യം നൽകി. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പൊട്ടി കരയുന്നു. റസൂലുള്ളാഹി പറഞ്ഞതോടുകൂടി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരടിമ എന്നേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ, ഒരടിമ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ആ അടിമ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ളയാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് സ്വഹാബത്തിന് മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിൽ നിന്ന് പോവുകയാണ്. ഈ നിലക്ക് നബിയുടെ വഫാത്ത് തിരിച്ചറിഞ്ഞ സ്വഹാബികൾ എമ്പാടുമുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു യാത്രയുണ്ട് യമനിലേക്ക്. لما بعثه رسول الله صلى الله عليه وسلم الى اليمن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഖറജ മഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസിഹി വമുആദ് റാകിബുൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി തഹത റാഹിലതിഹി ഫലമ്മാ ഫറഖാൽ. ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടു. മുആദ് റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളില് അതിന്റെ താഴെയായി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഖാല യാ മുആദ്, നബി വിളിച്ചു, മുആദ് ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ ഔ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ഔ ഖബ്രി. എന്നിട്ട് പറഞ്ഞു, അല്ലേ മുആദ്, ഓ മുആദ്, അടുത്ത വർഷം നീ തിരിച്ചു വരുമ്പോൾ നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. എന്റെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ എന്റെ ഖബറിടത്തെങ്കിലോ നീ വന്നേക്കാം. ഫബകാ മുആദുൻ ജസഅൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വേർപാടിൽ വിട്ടുപോകുന്നതിൽ മുആദ് റളിയല്ലാഹു തആല കരഞ്ഞു. ثم التفت فأقبل بوجهه نحو المدينة فقال ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബിൽ മുത്തഖൂന മൻ കാനൂ വഹൈതു കാനൂ. നിങ്ങൾ എവിടെയായിരുന്നാലും ആരായിരുന്നാലും തഖ്വയുള്ളവരാണ് എന്നോട് ഏറ്റവും അടുത്തവർ, അർഹതയുള്ളവർ എന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ 21,040 നമ്പർ ഹദീസ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ അവസാന വഫാത്തിലേക്ക് പ്രവേശിക്കുന്ന ചില സന്ദർഭങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് രോഗത്തിന്റെ കാരണത്താൽ, രോഗത്തെ അടിസ്ഥാനമാക്കി കൂടിയാണ്. ആ രോഗത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോൾ ഫാത്തിമയെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ഫാത്തിമയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല റിവായത്തിലാണ്. അപ്പോൾ മഹദി ഫാത്തിമ കരഞ്ഞു. വീണ്ടും അവളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ രഹസ്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല ചിരിച്ചു. ഉമ്മ പറയണം, ഫസഅൽനാ അൻ ദാലിക, അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചു മോളെ. ഫഖാലത് സഅറനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أنه يقبض في وجعه الذي توفي فيه فبكيت. എന്താണ് ഉപ്പ നിന്നോട് പറഞ്ഞത് മോളെ? ഒരിക്കൽ നീ കരഞ്ഞല്ലോ മോളെ, പിന്നെ ഒരിക്കൽ നീ ചിരിച്ചല്ലോ മോളെ, അതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് പറഞ്ഞു, ഉപ്പ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ മരണവേദനയോടെ അദ്ദേഹം മരിക്കുമെന്നാണ് എന്നോട് രഹസ്യമായി പറഞ്ഞത്. അപ്പോൾ ഞാൻ കരഞ്ഞു. ثم سارني فأخبرني أني أول أهله يتبعه فضحكت. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. ഞാൻ ചിരിച്ചത് എന്തിനറിയുമ? പിന്നീട് ഈ കുടുംബാംഗങ്ങളിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുടരുന്ന ആദ്യ വ്യക്തി ഞാനായിരിക്കുമെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മറ്റൊരു റിവായത്തിലുള്ളത്, أما ترضين أن تكوني سيدة نساء أهل الجنة أو نساء المؤمنين فضحكت لذلك. മോളെ ഫാത്തിമ, സ്വർഗീയ സ്ത്രീകളുടെ അല്ലെങ്കിൽ മുഅ്മിനാത്തുകളുടെ നേതാക്കളാകുന്നതിൽ നീ സന്തോഷിക്കുന്നില്ലേ എന്നെന്റെ ഉപ്പനോട് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എത്ര സംഭവങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തുമായി ബന്ധപ്പെടുത്തി. നബി വഫാത്തായിട്ട് കൃത്യം 6 മാസത്തിന് ശേഷം പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ വഫാത്തായി. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയമെടുത്ത ചില രംഗങ്ങൾ ഹദീസുകളിൽ കാണാം. ഉമ്മ ആയിഷ ബിബി പറയാം, കാരണം അവസാന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബിബിയുടെ കൂടെയായിരുന്നു. എല്ലാ ഭാര്യമാരും അടുത്തന്നെ നബി ആരോഗ്യവാനായിരിക്കെ പറയാറുണ്ടായിരുന്നു, ഇന്നഹു ലം യഖ്ബദ് നബിയ്യുൻ ഖത്തു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ തന്റെ ഇരിപ്പിടം കാണും വരെ ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഉമ്മ പറയാണ്, ثم يحيى او يخير فلما استكى وحضره القبض ورأسه على فخذ عائشة غشي عليه فلما أفاق شخص بصره نحو سقف البيت ثم قال. പിന്നീട് അദ്ദേഹത്തിന് ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ സൗഭാഗ്യങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവസരം നൽകും. എന്നിട്ട് ഉമ്മ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനാവുകയും മരണാസന്നനാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ തല ആയിഷ ഉമ്മയുടെ മടിയിലായിരിക്കെ ഉമ്മയുടെ മാറിലേക്ക് തലചായ്ച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ബോധക്ഷയം അനുഭവപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോ വീടിന്റെ മേൽക്കൂരയിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഫി റഫീഖിൽ അഅല, അല്ലാഹുമ്മ ഫി റഫീഖിൽ അഅല. അല്ലാഹുവേ, അത്യുന്നതരായ കൂട്ടുകാരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. ഫഖുൽതു, അപ്പോൾ എനിക്ക് മനസ്സിലായി. ആയിഷ പറയാണ്, إذا لا يجاورنا فعرفت أنه حديثه الذي كان يحدثنا
വഹുവ സ്വഹീഹ്. ഉടനെ ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം ഞങ്ങളെല്ലാം തെരഞ്ഞെടുക്കുന്നത് നബി ആരോഗ്യവാനായിരിക്കെ സംസാരിച്ചിരുന്ന വിഷയമാണത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. മറ്റു റിവായത്തുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. നബിയുടെ അവസാനത്തെ ദുആ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, ഉന്നതങ്ങളിലെ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. സഹീഹുൽ ബുഖാരിയിൽ എമ്പാടും നബിയുടെ അവസാനത്തെ രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു തോൽപാത്രം കൊണ്ടുവന്നു. അതിലൽപ്പം വെള്ളം ഉണ്ടായിരുന്നു. ആ തോൽപാത്രത്തിൽ കൈയിട്ടിട്ട് തന്റെ മുഖം തടവി. എന്നിട്ട് നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിനൊരു വേദനയുണ്ട്, നിശ്ചയമായും മരണത്തിനൊരു വേദനയുണ്ട്. ثم نصب يده فجعل يقول في الرفيق الأعلى حتى قبض وما ملت يده. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉന്നതങ്ങളിലെ കൂട്ടുകാരൊപ്പമാക്കണമേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൾ ഉയർത്തിയത്. മരണം സംഭവിച്ചതോടുകൂടി ആ കൈകൾ താഴേക്ക് ചാഞ്ഞു എന്ന ഹദീസിൽ വിശദീകരിക്കപ്പെടുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എത്ര സന്ദർഭങ്ങൾ. മഹാനായ അനസ് ഖാദിമു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയും, നബിക്ക് രോഗം ഗുരുതരമാണ്, മരിക്കാനുള്ള അവസാനത്തെ സന്ദർഭങ്ങളാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് ബോധക്ഷയമുണ്ടായി. എത്രത്തോളം റിവായത്തുകൾ ഈ വിഷയത്തിലുണ്ടെന്ന് അറിയുകയുള്ളവരെ. അപ്പോൾ ഫാത്തിമ പറഞ്ഞു, റളിയല്ലാഹു അൻഹാ, വാ കർബ അബാ, എന്റെ ഉപ്പയുടെ കഷ്ടപ്പാടെ, എന്റെ ഉപ്പയുടെ കഷ്ടപ്പാടെ. ഫഖാല ലഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്നിന് ശേഷം എന്റെ ഉപ്പാക്ക് ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. ഫലമ്മാ മാത, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ മരിച്ചപ്പോൾ ഖാലത്ത്, ഫാത്തിമ ബീവി പറഞ്ഞു, യാ അബതാ അജാബ റബ്ബൻ ദഅ. ഓ എന്റെ പൊന്നുപ്പ, റബ്ബിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകിയിരിക്കുന്നു. യാ അബതാ മൻ ജന്നത്തുൽ ഫിർദൗസി മഅവ. യാ അബതാ ഇലാ ജിബ്രീൽ നഅ. അല്ലയോ എന്റെ ഉപ്പ, ഫിർദൗസാകുന്നു അദ്ദേഹത്തിന്റെ സങ്കേതം. ഓ എന്റെ ഉപ്പ, ജിബ്രീലിനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മരണം അറിയിക്കുന്നു. فلما دفن قالت فاطمة رضي الله عنها يا أنس. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന അനസിനോട് ഫാത്തിമ ബീവി പറയാ, അനസ് അതാബത് അൻഫുസുകും അൻ തഹ്ദു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദൂതരുടെ മേൽ മനസ്സമാധാനത്തോടുകൂടി മണ്ണ് വാരിയിടാൻ സാധിച്ചത്? അതെങ്ങനെ സാധിച്ചു? വല്ലാത്ത വേദനയുടെ വിഷമത്തിന്റെ ഒരു രംഗം. സ്വഹാബത്ത് ഒന്നടങ്കം വേദനിച്ച, വിഷമിച്ച, പ്രയാസപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള റബീഉൽ അവ്വൽ 12. സ്വഹാബികൾ മുഴുവനും വേദനയിലാണ്. രംഗം വളരെ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറടക്കത്തിന്റെ തൊട്ട് മുമ്പ് സ്വഹാബികൾ മുഴുവനും, ഏറെക്കുറെ ആളുകളൊക്കെ ആ വീടിനോട് ചേർന്ന്, പള്ളിയോട് ചേർന്നുണ്ട്. ആ സമയത്ത് ഒരാൾ വല്ലാതെ പ്രയാസത്തിലാണ്. ഊരിപ്പിടിച്ച വാളുമായി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയും, ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്യുന്ന. എന്റെ നബി വഫാത്തായിട്ടില്ല. തൂരി സീനാ മലയിലേക്ക് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയതാണ്. തിരിച്ചു വരുന്ന അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല. പ്രിയമുള്ളവരെ, ഉൾക്കൊള്ളാനായില്ല. എല്ലാവരും തെരഞ്ഞെടുത്ത സമയത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരനായ
റസൂലുള്ളാഹിന്റെ പ്രിയ സഹചാരിയായ അബൂബക്കർ സിദ്ദീഖിനെയാണ്. അദ്ദേഹം ദൂരെയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യയുടെ അടുത്ത് അദ്ദേഹത്തെ ആളയച്ച് വിളിപ്പിച്ചു. അദ്ദേഹം വന്നു. ആളുകൾക്കിടയിലൂടെ കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും അങ്ങേക്ക് വിധിയാണ് റസൂലേ എന്ന് പറഞ്ഞു. ശേഷം അബൂബക്കർ എണീറ്റ് നിന്ന് ഹംദും സ്വലാത്തും ചൊല്ലി. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് ചുറ്റും കൂടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബാദത്ത് എടുത്തിരുന്നെങ്കിൽ ആ റസൂലുള്ള വഫാത്തായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെയാണ് ഇബാദത്ത് എടുത്തിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓതി. എന്താണ്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറ അല്ലാഹ ശൈഅ വസയജ്സി അല്ലാഹു الشاكرين. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാകുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോവുകയാണോ? എന്നിട്ട് വീണ്ടും ആയത്തോത്, ആരെങ്കിലും പുറകിലേക്ക് തിരിച്ചു പോകുന്ന പക്ഷം, ഈ ദീനുൽ ഇസ്ലാം ഒഴിവാക്കി പോകുന്ന പക്ഷം അല്ലാഹുവിന് ദ്രോഹവും അത് വരുത്തുകയില്ല. നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. ഒരു റിവായത്തിൽ, മറ്റൊരു റിവായത്തിലുള്ളത് 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 144 ഒരു റിവായത്തിൽ ഓതിയതെങ്കിൽ മറ്റൊരു റിവായത്തിലുള്ളത് 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 30-ാമത്തെ ആയത്താണ്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. നബിയേ, താങ്കളും മരിക്കുന്നവരാകുന്നു, അവരും മരിക്കുന്നവരാകുന്നു. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ പിന്നെ ചോദിച്ചു, നബിയുടെ കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ടല്ലേ? ഉമറിന് താങ്ങാനായില്ല. ഇത് ഓതിയതോടുകൂടി അദ്ദേഹം ബോധരഹിതനായി വീണുന്നാണ്. കാരണം എന്താ? അന്ന് സഹീഹുൽ ബുഖാരി 6632 നമ്പർ ഹദീസ് നമ്മൾ പഠിച്ചത്. കൈ പിടിച്ചിട്ട് നബി പറഞ്ഞല്ലോ, റസൂലേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ അങ്ങുന്നതിനോടാണ് ഇഷ്ടമല്ല. ഇല്ലോ പറയാം, അങ്ങയേക്കാൾ അങ്ങുന്ന് എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ താങ്കൾ മുമ്പിനാവൂല എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഉമർ സ്നേഹിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെയാണ് എല്ലാറ്റിനും കാണും. ഉമറിനെ താങ്ങാനായില്ല. അദ്ദേഹം ബോധരഹിതനായി വീണതാണ്. മറ്റു സ്വഹാബികളും ഒരുതരം വൈകാരികമായ ഒരവസ്ഥയിലായിരുന്നു എന്ന്. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കറിയില്ലായിരുന്നു. കാരണം എന്താ? അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരു നബി വന്നിട്ടില്ല. അവർ പിന്നെ ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയുടെ കൂട്ടുകാര, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞിട്ടും സഹാബികൾ മൗനം പാലിച്ചത്. എന്താ രംഗം എന്നറിയുമ്പോൾ, മദീനയുടെ രംഗം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള റബീഉൽ അവ്വൽ 12-ന് മദീനയുടെ രംഗം എന്തായിരുന്നു? لما كان اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة أضاء منها كل شيء فلما كان اليوم الذي مات فيه أظلم منها كل شيء. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിൽ പ്രവേശിച്ച ദിവസം സകല വസ്തുക്കളുടെയും അന്തരംഗം ആഹ്ലാദപൂരിതമായിരുന്നു. സഹീഹ് ബുഖാരിയിൽ കാണാം 3925 നമ്പർ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിനാലും സാന്നിധ്യത്താലും മദീന മുഴുവനും സന്തോഷിച്ചു എന്നാണ്. ഇനിയോ ഫലമ്മാ കാന അൽ-യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള റബീഉൽ അവ്വലിൽ എന്തായിരുന്നു മദീനയുടെ രംഗം? എന്നാൽ
അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വഫാത്തായ ദിവസം സകല വസ്തുക്കളുടെയും പ്രകാശം കെട്ടുപോയി എന്ന് മദീന ഒന്നടങ്കം ദുഃഖത്തിലായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്നിട്ടും അവരാരും ആ ഒരു റബീഉൽ അവ്വൽ 12-നോ പിറ്റത്തെ വർഷമോ അതിന്റെ പിറ്റത്തെ വർഷമോ ഏകദേശം 100 വർഷത്തിനടുത്ത് ഹിജ്റ നബി വഫാത്തായിട്ട് പിന്നെയും ഒരുപാട് കഴിഞ്ഞാണ് സ്വഹാബികളിൽ അവസാനത്തെ ആളുകൾ വഫാത്താക്കുന്നത്. അതുവരെയും ആ മദീനയിൽ ഒരു സ്വഹാബിയും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഒരു റബീഉൽ അവ്വൽ 12-ന് അവർ ആഘോഷിച്ചിട്ടില്ല. എന്തേ പ്രിയമുള്ളവരെ? അവർക്കാർക്കും അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലേ? അവർക്കാർക്കും അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തില്ലേ? 1400 വർഷങ്ങൾക്കപ്പുറം നമ്മൾ കാണുന്ന മദീനയിൽ സഹാബത്തിന് ദുഃഖമാണ്, വിഷമമാണ്, ബോധരഹിതരാണ്, വാളെടുത്തവരാണ്, അനാഥരെ പോലെയായവരാണ്. 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ചിലരോ ആഹ്ലാദിക്കുന്നു, പാട്ടുപാടുന്നു, റാലികൾ സംഘടിപ്പിക്കുന്നു, പെരുന്നാൾ പോലെ പുതുവസ്ത്രവും പുതുഭക്ഷണവുമായി അടിച്ച് പൊളിച്ച് തിമിർത്ത് രംഗം കൊഴുപ്പിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മദീന ദുഃഖസാന്ദ്രമാണ്. 1400 വർഷങ്ങൾക്ക് ഇപ്പുറം പായസവും പുലാവിയും മിഠായിയും ബിസ്ക്കറ്റും തന്ന് അടിച്ച് തകർക്കുന്നു. സുബ്ഹാനക യാ റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല പറഞ്ഞത് എത്ര വ്യക്തമാണ്. വഇയ്യാകും വത്തബദ്ദുഅ വഇയ്യാകും വത്തനദ്ദുഅ. ബിദ്അത്തുകളും അതുണ്ടാക്കുന്നതും തീവ്രതയും നിങ്ങൾ സൂക്ഷിക്കണേ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇക്കാലയളവുകളിൽ കണ്ടുവരുന്ന പ്രവാചക സ്നേഹവേദിയിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ പേരിലുള്ള പ്രകടനങ്ങൾക്ക് ഇസ്ലാമികമായി യാതൊരു അടിത്തറയുമില്ല. നമ്മൾ പഠിച്ചുപോയി കഴിഞ്ഞ ഖുതുബയിൽ, അല്ലാതെ നമ്മൾ മനസ്സിലാക്കി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നതിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ, പിഴച്ച കക്ഷികൾക്കിടയിൽ പോലും തർക്കമില്ല. പിഴച്ച കക്ഷികൾ പോലും, ഇസ്ലാം നിന്ന് പുറത്തുപോയ ഖാദിയാനികൾക്ക് പോലും തർക്കമില്ല. അഹ്ലുസുന്നത്തിന് പുറത്തുള്ള ശിയായികൾക്ക് തർക്കമില്ല. ലോകത്ത് മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്ന റാഫിദികൾക്ക്, അതുപോലെ ഖവാരിജികൾക്ക് തർക്കമില്ല. എല്ലാ പഴച്ച വാദങ്ങളുമായി കടന്നു പോകുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നും തർക്കമില്ല. 24 മണിക്കൂറും 365 ദിവസവും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നതിൽ ഒരാൾക്ക് തർക്കമില്ല. ആകുള്ള ഒരു ഖിലാഫ് എന്താണ്? എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന വിഷയത്തിലാണ്. എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സ്നേഹിച്ചതുപോലെ അവർ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാറ്റിനേക്കാളും പ്രധാനമായി കണ്ടു. സ്നേഹിച്ചു. രണ്ടാമത്, അവർ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചു. മൂന്നാമത്തത്, അവർ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റി സമിഅനാ വ അതഅനാ. മൂന്ന് നിലക്കും. എന്നാൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ സ്നേഹിച്ച സഹാബത്തിൽ ആരെങ്കിലും ഇന്ന് നാട്ടിൻ പുറങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരു സ്നേഹപ്രകടനം കൊണ്ടാടിയിട്ടുണ്ടോ? ഇല്ല. കൊണ്ടാടുന്നവർ പോലും പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതൊരു പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ഒരു റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു എന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വർഷ
വർഷം, നബി ജനിച്ച വർഷത്തിൽ 3 അഭിപ്രായം, നബി ജനിച്ച മാസത്തിൽ 6 അഭിപ്രായം, നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണെങ്കിൽ തന്നെ 7 or 8 അഭിപ്രായങ്ങൾ. എന്നാൽ വഫാത്ത് അതിൽ ഇജ്മാഅ് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്നുള്ളത് ഇജ്മാഅുള്ള കാര്യം പണ്ഡിതന്മാർക്കറിയാം. സുബ്ഹാനല്ലാഹ്. ഇതൊരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നത് അത് നടപ്പിൽ വരുത്താറുണ്ടായിരുന്നത് ആരാണ്? ആദ്യം സഹാബികളാണ്. അതിൽ ഒന്നാമനാരാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഇതൊക്കെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. സഹീഹുൽ ബുഖാരിയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഒരു അഥറുണ്ട്. സഹീഹുൽ ബുഖാരി 3093-ാമത്തെ നമ്പർ റിവായത്ത്. സഹീഹുൽ ബുഖാരി 3093. സിദ്ദീഖ് റളിയല്ലാഹു പറയാം, ഈ ഉമ്മത്തിലെ ഒന്നാമത് പറയാം, ലസ്തു താരികൻ ശൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി വഇന്നി ലഅഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ അസിയ. എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ച ഒന്നുമേയില്ല ഞാൻ അതിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാതെ. നബി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ അതിന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്വയം സ്റ്റേറ്റ്മെന്റ് എടുത്ത് സ്വയം പ്രഖ്യാപിക്കാം. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് വഇന്നി ലഅഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ അസിയ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത വല്ല കാര്യവും ഞാൻ കൈയൊഴിക്കുന്നുവെങ്കിൽ ഞാൻ വഴിതെറ്റി പോകുമെന്ന നിശ്ചയം ഞാൻ ഭയപ്പെടുന്നതാണ്. റസൂൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നബിദിനാഘോഷം നടത്തിയിട്ടില്ല. നബി നടത്തിയിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് നടത്തിയിരുന്നു, നടത്തിയില്ല. ഉമർ ഖത്താബ് നടത്തിയില്ല. 4 ഖലീഫമാർ നടത്തിയില്ല. 4 മദ്ഹബിന്റെ അയിമ്മത്തുകൾക്ക് പോലും പരിചയമില്ല. പിന്നെ എന്താ വന്നത്? ഷിയാക്കളിലൂടെ, ഫാത്തിമിയാക്കളിലൂടെ, ഉബൈദിയാക്കളിലൂടെ 6ാം നൂറ്റാണ്ടിലെ പഴച്ച കക്ഷികളിലൂടെ കടന്നു വന്നൊരു ആചാരം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരാരും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതല്ല നബിസ്നേഹം. നബിസ്നേഹം അതല്ല. കാരണം നബിയെ സ്നേഹിക്കൽ അല്ലാഹു തആല അടിമകളുടെ മേൽ നിർബന്ധമാക്കി. നബിയോടുള്ള സ്നേഹം നിർബന്ധമാണ്, അത് ഇബാദത്തുമാണ്. എന്നാൽ നബിദിനാഘോഷം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ രേഖയില്ല, തിരുസുന്നത്തിൽ രേഖയില്ല, സ്വഹാബത്തിന്റെ ഇജ്മാഇൽ രേഖയില്ല, സലഫു സ്വാലിഹുകൾക്ക് പരിചയമില്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് പരിചയമില്ല. അതെന്താണ്? ബിദ്അത്തുൻ വലാല. ബിദ്അത്തുൻ വലാല. നബി സ്നേഹം ഇബാദത്ത് വാജിബ്, നബിദിനാഘോഷം ബിദ്അത്ത്. ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും മനസ്സിലാക്കണം. നബി സ്നേഹവും നബിദിനാഘോഷവും ഒന്നല്ല, 2. വീണ്ടും ഞാൻ ആ വാക്കാവർത്തിക്കാം. നബി സ്നേഹം നിർബന്ധം, വാജിബ്. ഇല്ലെങ്കിൽ നീ മുസ്ലിം അല്ല, നിനക്ക് ഈമാനില്ല. എന്നാൽ നബിദിനാഘോഷം അത് ബിദ്അത്താണ്, വലാലത്താണ്. അവിടെ ആലോചിക്കുക, നബിയെ സ്നേഹിക്കണോ, നമ്മൾ നബിദിനാഘോഷിക്കണോ? നബിയെ സ്നേഹിച്ചാൽ മതി, നബിയെ സ്നേഹിച്ചാൽ മതി. നബിദിനാഘോഷം ബിദ്അത്തും വലാലത്തുമാണ്. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി, ഉത്തമ തലമുറ അവരത് ആഘോഷിച്ചില്ല. ഖാല സഖാവി, ഇമാം സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദത. മൗലിദ് എന്ന് പറയുന്ന ഏർപ്പാട് ഹദത, അത് പുതിയതാണ്. ബഅദൽ ഖുറൂനി തലാത, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ പുത്തനാചാരമാണ്. പണ്ഡിതന്മാർ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ബിദ്അത്തിന്റെ അരികിലും, എല്ലാ ബിദ്അത്തിന്റെ അടിവേര് മറക്കുന്ന രീതിയിൽ ഉദ്ധരിച്ച ഹദീസ് എന്താ? മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് നിർമ്മിച്ചാൽ അത് സ്വീകാര്യമല്ല, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പോഴൊരു ചോദ്യം ഉണ്ടാവും, നാട്ടുപുറത്ത് നല്ലതല്ലേ, സന്തോഷിക്കുന്നു, മദ്ഹ് പറയുന്നു, ചരിത്രം പറയുന്നു, മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം നൽകുന്നു, അതൊക്കെ നല്ലതല്ലേ? 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 ഈ ചോദ്യം എല്ലാവർക്കും നല്ലതല്ലേ? എന്നാൽ മഹാനായ മുത്തബിഉൽ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നല്ലതല്ല.
നല്ലതല്ല. എന്താ അദ്ദേഹത്തിന്റെ വാചകം? സുനൻ ദാരിമി ഉദ്ധരിക്കുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല. പിന്നെ ഇവിടെ ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത് സയ്യിഅത്ത്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അടുത്ത വരി ശ്രദ്ധിക്കണേ, വഇൻ റആഹ അന്നാസു ഹസനത്തുൻ, ആളുകൾക്ക് അത് നല്ലതായി തോന്നിയാലും ശരി, എല്ലാ ബിദ്അത്തും വഴികേടാണ്, അത് നരകത്തിലേക്കാണ്. എത്ര ഖുതുബകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ ഖുതുബകളുടെ മുഴുവൻ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. മറ്റൊരു റിവായത്തിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ശഫീഉനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടില്ല, അങ്ങനത്തെ ഒന്നുമില്ല, ശരിയല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത, സലഫ് സ്വാലിഹുകൾക്ക് പരിചയമില്ലാത്ത, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ഒരു ഏർപ്പാട് നമുക്ക് വേണ്ടതില്ല. അല്ലാഹു മുസ്തആൻ. അല്ലാഹു തആല നബിയെ സ്നേഹിച്ച്, നബിയെ പിൻപറ്റി, നബിയെ അനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബിദ്അത്തുകളിലും വലാലത്തുകളിലും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും നിഅമത്തുകളും ബർക്കത്തുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശർറുകളും ഫിത്നകളും അള്ളാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകൊടി കൊടുത്താൻ ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമ് നൽകി, അത് ഇഖ്ലാസോടെ ഇത്തിബാഉടെ അമലാക്കി, അത് ഇഖ്ലാസോടെ ഇത്തിബാഉടെ നിയ്യത്തോടെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ച് ജന്നത്തുൽ ഫിർദൗസ് ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.